നോക്ക്, ഹൈദരുടെ വധശിക്ഷ ഉണ്ടാക്കി കുറച്ചു. ജീവപര്യന്തം നടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. കൈ നിറയെ പണവും റാൻമുള മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്ത? അവനെ ശിക്ഷിച്ചത് നിയമം, രക്ഷിച്ചത് നിയമം. ആ നിയമത്തിന്റെ മുമ്പില് നിങ്ങളുടെ കാറ്റുക്കുപ്പായത്തെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു? അവനെ തൂക്കിക്കൊണ്ട നിയമത്തിന് മരിക്കാൻ അവനും. പക്ഷേ ഇത് രണ്ടുപേരെയും മന്നാരിയാർക്ക് ഭയമില്ല. ഭദ്ര, വണ്ടി ഇറക്ക. ഒരു നിമിഷം. ഇന്ന് മീനമാസം 7-ാം തീയതിയാ. 5 വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അങ്ങ് ഹൈദരെ കൊല്ലും, എനിക്ക് ഉറപ്പുണ്ട്. കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും. പക്ഷെ എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ്. നീ പൂവും പ്രസാദമായിട്ട് കാത്തു നിൽക്കുന്ന കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണെന്ന് ഞാൻ കരുതി. എനിക്ക് നഷ്ടപ്പെട്ട എന്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസിംഹൻ മാത്രമായിരിക്കാം. എനിക്കങ്ങനെയല്ല. അവൻ എന്റെ എല്ലാമായിരുന്നു. അവനെയാണ് ഹൈദർ നടുറോട്ടിലിട്ട് വെട്ടിനുറുക്കി കൊന്നത്. മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശ്യനോ ഒന്നുമല്ല. മന്നാടിയാർ ക്ഷത്രിയനാണ്, ക്ഷത്രിയൻ. ഹൈദരെ ജയിലിലേക്ക് കൊണ്ടുപോകണല്ലോ. ഇനി എന്ത് ചെയ്യും? അവനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. എങ്ങനെ? വഴിയുണ്ടാവും. മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം ഇന്ന് ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോകുന്ന മിനിസ്റ്ററുടെ അഭിപ്രായം. മനസ്സിലായില്ല. കണക്കെടുത്താണെങ്കിൽ മുതലാളി ജീവിതത്തിലെ കഴിയുമല്ലോ. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ മുതലാളിയെ സംശയിക്കില്ലല്ലോ. മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ സൗകര്യം ചെയ്തു തരാം. പോരെ? ഇപ്പ ഒരു കാര്യം പറയാൻ മറന്നുപോയി. DIG മാരാര് ജോലി രാജിവെച്ചു. മോഹന്റെ ചിതാഭസ്മമായിട്ട് കാശിക്ക് പോകത്രേ. മിസ്റ്റർ മാരാർ, ഹൈദരുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല.
മകന്റെ ചിതാഭസ്മം കൊണ്ട് നാളെ കാശിക്ക് പോകാനായി ദേഷ്യം. അന്ന് ജയിലിൽ വെച്ചത് അത് എന്റെ മകന്റെ ചിതാവസ്ഥമാണ്. അറിയാം. എന്നെ തൂക്കിയതിനു ശേഷം നിമഞ്ജനം ചെയ്യാൻ മകന്റെ ചിതാഭസ്മം സൂക്ഷിച്ച കാര്യം. കാശിയിൽ ഒഴുകേണ്ട ഈ ഭസ്മം തൽക്കാലം ഡ്രെയിനേജിൽ ഒഴുകട്ടെ. അല്ലേ, അതൊന്നും ചെയ്യരുത്. നോ, വിടാ, എന്ന് വിടാ, വിടാ. അയ്യോ, എന്റെ മോനെ, മോനെ. മിസ്റ്റർ മാരാരെ അയൽപക്കത്തുള്ള ആരോ ആണ് ഇവിടെ എത്തിച്ചത്. ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു പറയുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അല്പം ക്രിട്ടിക്കലാണ്. 48 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. സത്യം ജയിച്ചു. അത് മറക്കണം. നിയമം തോറ്റെടുത്ത് മണ്ണാടിയാൽ ജയിക്കണം.